ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകും മുമ്പ് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാവുന്നതാണ്. ഒപ്പം ഈ വീഡിയോയും അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാ ആളുകൾക്കും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇത്. മിക്ക ആളുകളുടെയും സംശയങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് നെഗറ്റീവ് തോട്ട്സ് നമ്മൾക്ക് ഉണ്ടാവുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ പ്രവർത്തിക്കുമോ എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വരിക എന്നുള്ളത് മാനുഷികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം നമ്മളിൽ വരുന്നു എന്നുള്ളതല്ല. നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നമ്മളിൽ വരും. പക്ഷെ അത് എത്രമാത്രം നമ്മളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ നെഗറ്റിവിറ്റി ആണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് അതോ പോസിറ്റിവിറ്റി ആണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് എന്ന് നിർണ്ണയിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവയർനെസ്സോട് കൂടി ആ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് അതായത് നമ്മൾ അവയർനെസ്സോട് കൂടി അതിനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സ്വയം നമ്മളിൽ വരുത്തണം എന്നൊരു ബോധ്യം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അവയർനെസ്സോട് കൂടി അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമുക്ക് വരുന്നു എന്നതിനപ്പുറം ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു ടൂളാണ് ഹോപ്പോനോപോനോ ചാന്റ് ചെയ്യുക എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ നെഗറ്റിവിറ്റിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഹോപ്പോനോപോനോയ്ക്ക് സാധിക്കും. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 സിമ്പിൾ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് എപ്പോഴൊക്കെ നെഗറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഇതിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ പ്രവർത്തിക്കും, ഉറപ്പായിട്ടും പ്രവർത്തിക്കും. അത് നമ്മൾ എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ അത് അപ്ലൈ ചെയ്യുന്നത് നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുമ്പോൾ വർക്ക് ചെയ്യുമോ എന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ ചിന്തകൾ ഏത് തന്നെയാലും വർക്ക് ചെയ്യും, പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലൊരു കാര്യം നമ്മളിൽ നടക്കില്ല, മറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിൽ പെട്ട് നമ്മൾ കഴിയുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ നിരന്തരമായിട്ട് നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിന് സമാനമായിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് അട്രാക്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ആ നെഗറ്റിവിറ്റി മാറ്റുക എന്നുള്ളത് ഏതൊരാളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളും ചിന്തകളും ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനെ പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഇനി അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് അഫർമേഷൻസ് എങ്ങനെ നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അഫർമേഷൻസിനെ കുറിച്ച് ഞാൻ വീഡിയോസ് പലതും ഇട്ടിട്ടുണ്ട്. എന്നാലും അഫർമേഷൻസ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതായത് നമ്മളുടെ ലോജിക്കൽ മൈൻഡ് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകും. അപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപും അതുപോലെ തന്നെ ഉറങ്ങി എണീറ്റ് ഒരു അരമണിക്കൂറും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകും. ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഫർമേഷൻസ് ഉപയോഗിക്കാം. നമുക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട് ഉപയോഗിക്കാം, അതല്ല എങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അത് ഉണ്ട്, അത് അച്ചീവ് ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾക്കാണ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അപ്പൊ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് അഫർമേഷൻസ് ഉപയോഗിച്ചു പോകാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇതൊന്നും ഒരു കാര്യം നമ്മൾ ഈ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. നമ്മൾക്ക് ഏതാണോ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്, കാരണം നമ്മളെ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ കിട്ടിക്കഴിഞ്ഞു, ഇപ്പൊ ഒരു ജോബിന്റെ കാര്യമാണ്, ജോബ് ഉണ്ട്, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ അഫർമേഷൻസ് സെറ്റ് ചെയ്യാം. ഇനി അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ജോബ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ആ ഒരു തരത്തിൽ നമുക്ക് അഫർമേഷൻസ് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഈ 2 സമയം നമ്മൾ ഉറപ്പായിട്ടും അത് ഉപയോഗിക്കണം, അത് ഡെയിലി നമ്മൾ ഉപയോഗിക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മിററിനെ നോക്കിക്കൊണ്ട്, ഇതല്ലാതെ നമുക്ക് അഫർമേഷൻസ് എപ്പോൾ വേണമെങ്കിലും ചാന്റ് ചെയ്യാം. നമുക്ക് മിററിനെ നോക്കിക്കൊണ്ടൊക്കെ പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടും. അപ്പൊ ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ അഫർമേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്.
ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ഒരു വ്യക്തിക്ക് റിസൾട്ട് നേടാനായിട്ട് സാധിക്കും? അത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഡിഫറന്റ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ തോട്ട്സ് ഡിഫറന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ഇന്ന ഒരു സമയത്ത് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ ഈ നിമിഷം കിട്ടും എന്ന് നമുക്ക് ഒരാൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് തന്നെ നമ്മളെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ എന്തൊക്കെ ഫോൾട്ടുകളാണ് നമുക്കുള്ളത്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ ഒരു ഹയർ വൈബ്രേഷൻസ് കൂടും. അങ്ങനെയാണ് ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. അതായത് എപ്പോഴൊക്കെ നമ്മുടെ ലോജിക് മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഒരുമിച്ച് ട്രസ്റ്റ് ചെയ്യുന്നു, ആ നിമിഷത്തിലാണ് ഇൻസ്റ്റന്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനെയോ ഒന്നും നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെ കിട്ടുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഇത് പല കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതായത് നമുക്കൊരു എനർജി അലൈൻമെന്റ് അതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം റെസിസ്റ്റൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, അതായത് പേടിയുണ്ടോ, അതേപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടോ, ഓവർ തിങ്കിങ് ഉണ്ടോ, അതായത് നമുക്ക് ജലസ് ഉണ്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ റെസിസ്റ്റൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വൈകും. അതായത് എത്രത്തോളം ഒരു പ്യുവർ സോൾ ആയിരിക്കുന്നോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അത് പ്രത്യേകിച്ച് ഇങ്ങനെ അതിനൊരു ടൈം പീരീഡ്, ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ തന്നെ നമ്മളുടെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് ഹയർ വൈബ്രേഷൻസിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഏതാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് നമുക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടെക്നിക്ക് ഏറ്റവും പവർഫുൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അതും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരിലും ഓരോ തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ഓരോ തരത്തിലാണ് അതിന് റിസൾട്ട് കിട്ടുന്നത്. എന്നാലും എന്റെ ഒരു പേഴ്സണൽ ഞാൻ ചെയ്തിട്ടുള്ള, ഞാനിപ്പോ കുറെ വർഷമായിട്ട് ഏകദേശം 2018 മുതൽ ഞാൻ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പൊ ആദ്യമൊക്കെ, ഇപ്പൊ ഞാൻ അങ്ങനെ ടെക്നിക്കുകൾ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാറില്ല. ഞാൻ തുടക്കത്തിലൊക്കെ അത്യാവശ്യം ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു എന്റെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫോഴ്സ്ഫുള്ളി ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ടെക്നിക്കുകൾ ഞാൻ ആ ഒരു ടൈമിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോയിലൂടെ പറയാം. എന്തൊക്കെയാണ് എന്റേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഏരിയയിൽ എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇപ്പോൾ ഈ ഒരു ചോദിച്ചതിന്റെ ഒരു എനിക്ക് പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് 55x5 ടെക്നിക്ക് വളരെ പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബാക്കി ടെക്നിക്കുകളൊന്നും മോശമാണെന്നല്ല. ഇപ്പൊ 369 ഉണ്ട്, അതുപോലെ തന്നെ 33x3 ഉണ്ട്, ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, എനിക്ക് കൂടുതലായിട്ടും ഫാസ്റ്റ് ആയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് 55x5 ടെക്നിക്കാണ്. അത് നമുക്ക് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും എത്രത്തോളം സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം അതിന് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു രീതിയിൽ പോയിന്റ് വൈസിൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു 55 ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നാമത് അത് 5 ദിവസം ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമ്മൾ 55 പ്രാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്യണം, അതിൽ ഫോക്കസ് ചെയ്യണം. അത് 55 പ്രാവശ്യം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലാണ് അത് പറ്റുക. അതായത് ഇത് 55 പ്രാവശ്യം ഒരേ ഒരു കാര്യം നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സമയം നോക്കി, കൃത്യമായിട്ട് സമയം നോക്കിയിട്ട് 5 ദിവസം അത് എഴുതിയതിന് ശേഷമാണ് നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുകയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. കാരണം പിന്നീട് ഞാൻ ആ ഒരു കാര്യത്തിന് ഞാൻ ഫോക്കസ് ചെയ്യാറില്ല. അപ്പൊ യൂണിവേഴ്സൽ സറണ്ടറിങ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഞാൻ ഒരു വീഡിയോ അത് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂണിവേഴ്സൽ സറണ്ടറിങ് എന്ന് പറയുന്നത് അറിയാത്ത ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇതുവരെ കേൾക്കാത്ത ആളുകളും ഒക്കെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക, പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പം ഈ ഒരു ടെക്നിക്ക് 5 ദിവസം ചെയ്തതിന് ശേഷം യൂണിവേഴ്സൽ സറണ്ടറിങ്, നമ്മൾ പിന്നെ റിസൾട്ടിനെ ഓർത്തിട്ട് നമ്മൾ അവിടെ വറീഡ് ആവേണ്ട ആവശ്യമില്ല. റിസൾട്ട് നമുക്ക് റൈറ്റ് ടൈമിൽ കിട്ടും. അത് എപ്പോ കിട്ടും? ചില ആൾക്കാർ ഈ 55ന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിൽ തന്നെ 5 ദിവസമായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു. 5 ദിവസത്തിൽ റിസൾട്ട് കിട്ടുമെന്ന് ഈ ഒരു ടെക്നിക്ക് പറയുന്നില്ല. 5 ദിവസത്തിൽ നിന്നല്ല, നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് യൂണിവേഴ്സൽ ഫ്രീക്വൻസി ഹയർ ആയതുകൊണ്ടാണ് ഇൻസ്റ്റന്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. അപ്പൊ 5 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതല്ല 55x5 ടെക്നിക്ക്.
അപ്പൊ ഞാൻ അതിനാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ സറണ്ടറിങ് പഠിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് അവിടെ ഇതാവണ്ട. നമുക്ക് ഏതാണോ റൈറ്റ് ടൈം, ആ ടൈമിൽ നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ ആ ഒരു തരത്തിലേക്ക് പോവുക. അപ്പൊ ഏത് ടെക്നിക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇന്ന ഒരു ടെക്നിക്ക് ആണെന്നില്ല. ഞാൻ എന്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ നിന്ന് ഈ ഒരു ടെക്നിക്ക് സെലക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു 4 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ തന്നിരിക്കുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ദിവസവും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ആണോ എന്നുള്ളത് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്ത് പോവുക. ഡൗട്ട്സ് അവിടെ കൊണ്ടുപോകാതെ അതിനുള്ള ഒരു സൊല്യൂഷൻസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുക. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. താങ്ക് യു.